دوما أصحى قبل الشمس بيدي قلمي أكتب درسي أشكر ربي كل صباح فرعايته سر نجاحي دوما أصحى قبل الشمس بيدي قلمي أكتب درسي. السلام عليكم ورحمة الله. الحمد لله الذي خلق فسوى والذي قدر فهدى. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, കാരുണ്യവാനായ റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾക്കും ബാധ്യതാ നിർവഹണങ്ങൾക്കുമിടയിൽ അല്പസമയം നാളേക്ക് വേണ്ടി പരലോകത്ത് ഉപകാരപ്പെടുന്ന പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ സംഗമിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ചുകൂടൽ സൽക്കർമ്മമായി സ്വീകരിക്കുകയും അനുഗ്രഹങ്ങളുടെ ലോകമായ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ സംഗമിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യബോധമുള്ള, ഓരോ രംഗത്തും ഏതു മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങണം എന്ന വിഷയത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകപ്പെട്ട കൃത്യമായ കാഴ്ചപ്പാടിന് ഉടമകളായ ആളുകളാണ് നമ്മൾ. അള്ളാഹു നമുക്ക് നൽകിയ സൗഭാഗ്യമാണ് ഹിദായത്ത്. അവന്റെ വിജയത്തിന്റെ മാർഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നത്. ഈ മാർഗത്തിൽ തുടരാനും ആ മാർഗത്തിൽ തന്നെ മരണം വരിക്കാനും കാരുണ്യവാനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തേക്ക് പടച്ച തമ്പുരാൻ അവരെ സൃഷ്ടിച്ച് അയച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യം, പകർത്താവുന്ന ഒരു മാതൃക, അനുധാവനം ചെയ്യാവുന്ന കൃത്യമായ ഒരു മാതൃക അവരുടെ മുമ്പിൽ അള്ളാഹു സമർപ്പിച്ചു എന്നതാണ്. മനുഷ്യന്റെ ജീവിതം വിവിധ തലങ്ങളുള്ളതാണ്. കയറ്റങ്ങളും ഇറക്കങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളുമുള്ള വിവിധ തലങ്ങളിലൂടെ കടന്നുപോകുന്ന ജീവിതം. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വ്യക്തിക്ക് ഒന്നിലേറെ റോളുകൾ ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നതാണ്. പലരും സാധാരണ പറയാറുണ്ട് ജീവിതം ഒരു നാടകമാണ് എന്ന്. അതൊരിക്കലും ശരിയല്ല. നാടകത്തിൽ ഒരാൾക്ക് ഒരു റോൾ മാത്രമാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. എന്നാൽ ജീവിതത്തിൽ ഒരേ സമയത്ത് ഭാര്യയുടെ മുമ്പിൽ ഭർത്താവായി, മക്കളുടെ മുമ്പിൽ പിതാവായി, മാതാപിതാക്കളുടെ മുമ്പിൽ സന്താനമായി, അയൽവാസിയുടെ മുമ്പിൽ അയൽവാസിയായി, കച്ചവടക്കാരന്റെ മുമ്പിൽ ഉപഭോക്താവായി, ഉദ്യോഗസ്ഥന്റെ കീഴിൽ തൊഴിലാളിയായി, അങ്ങനെ തുടങ്ങുന്ന നിരവധി വരുന്ന റോളുകൾ ഒരേ സമയത്ത് നിർവഹിക്കേണ്ടി വരികയാണ്. ആ റോളുകളിലെല്ലാം വിജയിക്കുകയും അവിടെയെല്ലാം മാതൃകയായി തീരുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിന്റെ സൗഭാഗ്യം. ആ രംഗത്ത് വിജയിച്ച വ്യക്തിത്വങ്ങൾ ലോകത്തുണ്ടോ എന്ന പരിശോധന തീർച്ചയായും പ്രധാനമാണ്. ലോകത്തിന്റെ മുമ്പിൽ ഒരുപാട് നേതാക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, ഉന്നതരായ തത്വചിന്തകന്മാർ. പക്ഷേ അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പിൽക്കാലത്ത് കേട്ടത് അത് പലപ്പോഴും പരാജയമായിരുന്നു എന്നതാണ്. ഉന്നതരായ ഭരണാധികാരികൾ, പക്ഷേ അവരുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് പിൽക്കാലത്ത് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഉന്നതരായ രാഷ്ട്രമീമാംസകർ, പക്ഷേ അവരുടെ ജീവിതത്തിന്റെ മറ്റു തലങ്ങൾ പരാജയമായിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ലോകത്തിന്റെ മുമ്പിൽ ഉത്തമനായ ഒരു ഭരണാധികാരിയായി, ഉത്തമനായ ഒരു ഭർത്താവായി, ഔദ്യോഗിക രാഷ്ട്രീയ കാര്യനിർവഹണങ്ങളുടെ ഘട്ടത്തിലും വീട്ടിൽ ഭാര്യയുടെ മുമ്പിൽ ഉത്തമനായ മാതൃകയായി, മകളുടെ മുമ്പിൽ ഉത്തമനായ പിതാവായി, പേരമക്കളുടെ മുമ്പിൽ
ഉത്തമനായ പിതാമഹനായി, അനുയായികളുടെ മുമ്പിൽ അനുകരണീയനായ നേതാവായി ഒരു മാതൃക എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു മാതൃക മാത്രമേ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ സ്നേഹിക്കുന്ന, നമ്മുടെ നെഞ്ചിലേറ്റിയ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളിലും പകർത്താൻ നാം ബാധ്യതപ്പെട്ടിരിക്കുന്ന, അഭിമാനത്തോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ ആരുടെ മുഖത്ത് നോക്കിയും നമുക്ക് അവതരിപ്പിക്കാവുന്ന നമ്മുടെ നേതാവ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ വ്യക്തിത്വത്തോളം ലോകത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെട്ട, ആ വ്യക്തിത്വത്തോളം തേജോവധം ചെയ്യപ്പെട്ട മറ്റൊരു വ്യക്തിത്വത്തെ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് കാണുക സാധ്യമല്ല. സമീപകാലത്ത് നടന്നിരിക്കുന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ശരാശരി 6ഓളം ഗ്രന്ഥങ്ങൾ ഓരോ ദിനവും ഈ വ്യക്തിത്വത്തെ തേജോവധനം ചെയ്യുന്നതിന് വേണ്ടി രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 100 കണക്കിന് ലഘുലേഖകൾ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആധുനികമായ ഇന്റർനെറ്റുകളിലൂടെ, സൈറ്റുകളിലൂടെ ആ വ്യക്തിത്വത്തെ കരുതേച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ 100 കോടിയിലേറെ വരുന്ന ഒരു ജനസമൂഹത്താൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ നേതാവ്, എന്റെ മാതൃക എങ്ങനെ എഴുന്നേറ്റു എന്ന് ചിന്തിക്കുകയും അതേപോലെ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ലോകത്ത് വേറെയില്ല. ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ ആ മാതൃക എങ്ങനെ പ്രവേശിച്ചു എന്ന് ചിന്തിക്കുകയും അതുപോലെ കാലെടുത്ത് വെക്കുകയും ചെയ്യുന്ന ഒരു അനുയായി വൃന്ദം ലോകത്ത് മറ്റാർക്കുമില്ല. ജീവിതത്തിന്റെ ഓരോ കർമ്മ മേഖലകളിലും, കുടില് മുതൽ കൊട്ടാരം വരെ, അടുക്കള മുതൽ തീന്മേശ മുതൽ തുടങ്ങി രാഷ്ട്രാന്തരീയ മേഖലകളിൽ വരെ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ലോകത്തിന്റെ മുമ്പിൽ ഒരു മാതൃക എവിടെ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി അഭിമാനത്തോടുകൂടി ഉയർത്തി കാണിക്കാവുന്ന ഒരു മാതൃക അത് വേറെ നമുക്ക് കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ലോകത്തിന്റെ മുമ്പിൽ ഈ മഹൽ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്താനും തേജോവധം ചെയ്യാനും ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടായിത്തീരുന്നത്. സ്നേഹമെന്ന വാക്കിൽ പോലും ഒരു സ്നേഹമുണ്ട്, കരുണ എന്ന വാക്കിൽ പോലും ഒരു കരുണയുണ്ട്. പക്ഷേ ഈ നന്മകളുടെ വിഷയത്തിൽ ലോകത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ വാക്കുകളിലെല്ലാം നിലനിൽക്കുന്ന അന്വർത്ഥമായ ഈ ആദർശം ലോകത്തെ ജീവിതത്തിലൂടെ വരച്ചു കാണിച്ച, പ്രകടിപ്പിച്ച ഒരു വ്യക്തിത്വം എവിടെയെന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് നമ്മുടെ മാതൃകയായ ഷഹാദത്ത് കലിമയുടെ 2ാമത്തെ ഭാഗമായി നാം മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കുന്ന വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വാക്യത്തിൽ അടിസ്ഥാനമായിരിക്കുന്ന ആ വ്യക്തിത്വമാണ്. പക്ഷേ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും ആ മഹാനായ നേതാവിനെ പകർത്തുന്നിടത്ത്, സ്നേഹിക്കുന്നിടത്ത്, അനുധാവനം ചെയ്യുന്നിടത്ത് വിജയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഒരാലോചനയാണ് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാനും നിങ്ങളും നിർവഹിക്കേണ്ടിയിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയിലെ 128-ാമത്തെ ആയത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്ന കാര്യമാണ് ഞാനിവിടെ പാരായണം ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളത്. ജനിക്കുന്നതിന് മുമ്പേ പിതാവ് മരണപ്പെട്ട് പിച്ച വെച്ച് നടന്നു വളർന്നു വരുന്ന കാലഘട്ടത്തിൽ 6-ാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ട് ഹലീമ ബീവിയുടെ വീട്ടിലെ പുക നിറഞ്ഞ സാഹചര്യത്തിൽ വളർന്നു വന്ന് ആ സ്ത്രീയുടെ മക്കളുടെ കൂടെ ആടുമകളെ മേച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു ബാല്യവും, പിതൃ സഹോദരന്റെ കൂടെ കച്ചവട യാത്രകൾ നടത്തി കടന്നുപോയ കൗമാരവും, ഖദീജ എന്ന സമ്പന്നയായ വർത്തക പ്രമാണിക്ക് വേണ്ടി കച്ചവട യാത്രകൾ നടത്തിയ യുവത്വവും പിന്നിട്ട് 40കളിൽ എത്തിയ സന്ദർഭത്തിൽ ഹിറാ ഗുഹയുടെ ഏകാന്തതയിലിരുന്ന് തന്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന മുഴുവൻ തിന്മകളിൽ നിന്നും വിട്ടുനിന്ന് ആ സമൂഹം എത്തിച്ചേർന്ന ദുർഗതിയോർത്തുകൊണ്ട് വേപതുകൊണ്ട് കാരുണ്യവാനായ റബ്ബിനോട് പ്രാർത്ഥിച്ച് ഹിറയുടെ ഇരുളടഞ്ഞ ഏകാന്തതയിൽ പ്രാർത്ഥനാ നിരതനായിക്കൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ആ മഹൽ വ്യക്തിത്വം തുടർന്നങ്ങോട്ട് 23 വർഷക്കാലമെന്ന ചരിത്രത്തിലെ മൈക്രോ സെക്കൻഡുകളുടെ മാത്രം വലിപ്പമുള്ള ഒരു കാലഘട്ടം കൊണ്ട് ഉണ്ടാക്കി തീർത്ത ഒരു പരിവർത്തനം അത് ചരിത്രത്തിന്റെ മുമ്പിലുണ്ട്. റോമും പേർഷ്യയുമാകുന്ന നാഗരികതയുടെ ഉച്ചിയിൽ നിലകൊണ്ടിരുന്ന രാഷ്ട്രങ്ങൾ, അറബികൾ എന്ന് പറയുമ്പോൾ മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലേക്ക് സാർത്ഥവാഹക സംഘങ്ങളായി യാത്ര ചെയ്തിരുന്ന ഒരു നാഗരികതയ്ക്കുടമകളായിരുന്ന, ഒരു നാഗരികതയ്ക്ക് അസ്ഥിവാരമിടാനുള്ള ഭൗതികമോ സാമ്പത്തികമോ വൈജ്ഞാനികമോ ആയ യാതൊന്നും സ്വായത്തമാക്കിയിട്ടില്ലാത്ത, തമ്പുകൾ കെട്ടുന്നതിനുള്ള കുറ്റികളുമായി മരുഭൂമിയിൽ നിന്ന് മരുപ്പച്ചകൾ തേടി യാത്ര ചെയ്തിരുന്ന ഒരു സംഘം എങ്ങനെ 23 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായ ഒരു സമൂഹമായി തീർന്നു? ആ ചരിത്രം തീർച്ചയായും പഠിക്കപ്പെടേണ്ടതല്ലേ? ഭൗതികമായി ചിന്തിക്കുമ്പോൾ, ഭൗതികമായ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് അത്തരത്തിൽ അതിനു സമാനമായൊരു മാറ്റവും ഒരു പുരോഗതിയും ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? അത് പഠിക്കുമ്പോഴാണ്
കേവലമായ രാഷ്ട്രീയമോ കേവലമായ വൈജ്ഞാനികമോ കേവലമായ സാമ്പത്തികമായ ഒരു പ്രേരക ശക്തിയായിരുന്നില്ല ആ മാറ്റത്തിന്റെ പിന്നിൽ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അതിനപ്പുറം സൃഷ്ടാവും സംരക്ഷകനുമായ പടച്ച തമ്പുരാൻ മനുഷ്യരാശിക്ക് സ്വർഗം അത് നൽകുന്നതിനു വേണ്ടി നിയോഗിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കൈമാറിയ ആ മഹത്തരമായ ആദർശം, അള്ളാഹുവിൽ നിന്നുള്ള വഹയ്യ്, ആ വഹയിനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രാവർത്തികമാക്കി പ്രായോഗികമാക്കി കാണിച്ചുകൊണ്ട് ഖുർആനിന്റെ സാക്ഷ്യം എവിടെ എന്ന് ചോദിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ആദർശത്തിന്റെ പ്രായോഗിക രൂപം എവിടെ എന്ന് ചോദിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഉയർത്തിക്കാണിക്കാവുന്ന ഒരു ജീവിതം കാഴ്ചവെക്കാൻ സാധിച്ച മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു കുടുംബത്തിൽ ജനിച്ച് സുന്ദരരൂപിയായ ആകർഷണീയമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ സകലരാലും അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഏതൊരു കുടുംബനാഥനും തന്റെ മരുമകനായി തീരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ഏതൊരു സ്ത്രീയും തന്റെ ഭർത്താവായി തീരാൻ ആഗ്രഹിക്കുന്ന മഹത്തരമായ സ്വഭാവത്തിന്റെയും ഉത്തമമായ ഗുണങ്ങളുടെയും ഉടമയായി തീർന്ന ആ വ്യക്തിത്വം പക്ഷേ കല്ലെറിയപ്പെട്ടു. ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ അണിയേണ്ടി വന്നു. ഷുബ് അബൂ താലിബ് എന്ന താഴ്വാരത്തിൽ 1 അല്ല 2 അല്ല നീണ്ട 3 വർഷക്കാലം പട്ടിണി കിടക്കേണ്ടി വന്നു. പച്ചിലയും പച്ചവെള്ളവും മാത്രം ആഹരിച്ചുകൊണ്ട് അവർ തന്നെ ആ അനുയായി വൃന്ദം തന്നെ ഉദ്ധരിച്ച പോലെ ആടുകൾ കഷ്ടിക്കുന്ന പോലെ വിസർജനം നടത്തിയ പീഡനത്തിന്റെ പ്രയാസത്തിന്റെ ദിനരാത്രങ്ങൾ കടന്നുപോയി. പക്ഷേ ആരെയും വെറുത്തില്ല, ആരുടെയെങ്കിലും നേർക്ക് ശാപവാക്കുകൾ ഉച്ചരിച്ചില്ല, ആരെയും ശത്രുവായി കണ്ടില്ല. ലോകത്തിന്റെ മുമ്പിൽ സ്നേഹമെന്ത് എന്ന, എന്താണ് ഗുണകാംക്ഷ എന്നുള്ള ജീവിക്കുന്ന പതിപ്പായിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഈ നാടിന്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന തിന്മകളിൽ, നമ്മുടെ നാടിന്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന തിന്മകളിൽ നാം ഒരുപക്ഷെ മുഴുകിപ്പോകാമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏത് ജോലി തിരക്കിനിടയിലും ഖുർആൻ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ ഓടി വരാനുള്ള പ്രേരണ നമുക്ക് ഇവിടുന്ന് ലഭിച്ചു. ഏത് ജോലി തിരക്കുകൾക്കിടയിലും ഏത് സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ധനവും സമയവും ചിലവഴിക്കാനുള്ള പ്രേരണ നമുക്ക് എവിടെ നിന്ന് ലഭിച്ചു? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ത്യാഗം, അനുഭവിച്ച കഷ്ടപ്പാടുകൾ ആർക്ക് വേണ്ടിയായിരുന്നു? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും സ്നേഹിച്ചവരോടും സഹായങ്ങൾ ചെയ്തവരോടും നന്ദി കാണിക്കുന്നവരാണ് നമ്മൾ. ഒരു യാത്രാവേളയിൽ തിരക്ക് പിടിച്ച നാട്ടിലെ ബസ് യാത്രക്കിടയിൽ ഒരു സീറ്റ് ആരെങ്കിലും നീങ്ങി തരപ്പെടുത്തി തന്നാൽ നമ്മൾ അവരോട് താങ്ക്സ് പറയാറുണ്ട്, നന്ദി വാക്ക് പറയാറുണ്ട്. കാരണം അത് ഒരു മനുഷ്യത്വപരമായ ഗുണമാണ്. പക്ഷേ നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന, നമുക്ക് വേണ്ടി ഹിജ്റ നടത്തിയ, നമുക്ക് വേണ്ടി ജീവിതത്തിലെ ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വ്യക്തിത്വത്തെ സ്നേഹിക്കാൻ, ആ വ്യക്തിത്വത്തോട് നമുക്കുള്ള ബാധ്യത നിറവേറ്റാൻ, ആ വ്യക്തിത്വത്തിന്റെ പാതകളെ പിന്തുടരുക വഴി മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു പറയുന്നു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ വന്നിരിക്കുന്നു, ഒരു ദൂതൻ വന്നിരിക്കുന്നു. എന്താണ് ആ റസൂലിന്റെ പ്രത്യേകത? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് അസഹ്യമാണ്. മനുഷ്യ സമൂഹത്തിന്റെ വിഷമം തന്റെ വിഷമമായി ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിത്വം. അതെ, നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് അദ്ദേഹത്തിന്റെ പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനാണ് അദ്ദേഹം. മഹാനായ റസൂലുള്ള തന്റെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞത്, കത്തിച്ചു വെച്ചിരിക്കുന്ന അട്ടിയിലേക്ക് എടുത്തു ചാടുന്ന ഈ അമ്പാറ്റകളെ പോലെയാണ് നിങ്ങൾ. അവിടെ ഞാൻ നിർവഹിക്കുന്ന ദൗത്യം എന്താണ്? വഅന ആഖിദും ബിഹുജസിക്കും, നിങ്ങളുടെ അരക്കെട്ടിന് പിടിക്കുന്നവനാണ് ഞാൻ. ശിർക്ക് ചെയ്തുകൊണ്ട്, ബിദ്അത്തുകൾ ചെയ്തുകൊണ്ട്, അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, അനാശാസ്യങ്ങളിൽ മുഴുകിക്കൊണ്ട് നരകത്തിയിലേക്ക് എടുത്തു ചാടാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ അരക്കെട്ടിന് പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നയിക്കുന്ന ദൗത്യമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത്. എന്താണ് അതിന്റെ പ്രേരണ? അതെ, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് അസഹ്യമാണ്. മാനവ സമൂഹം രക്ഷപ്പെടണമെന്ന സ്നേഹവും ഗുണകാംക്ഷയുമാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ ത്യാഗം സഹിക്കാൻ, പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങാൻ, വൈതരണികളെ അതിജീവിക്കാൻ പ്രേരണ നൽകിയിട്ടുള്ള കരുത്ത്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് തന്റെ പിതൃ സഹോദരൻ അബൂ താലിബ് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അഭയവും തണലും നൽകിയിരുന്ന ആ മനുഷ്യൻ മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ ഓടിച്ചെന്നുകൊണ്ട് യാ അമ്മി
ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിതൃ സഹോദര, ഒന്ന് ഏറ്റു പറയൂ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാളെ പരലോകത്ത് രക്ഷപ്പെടണം. സ്നേഹം അതിന്റെ നിദാനം എന്താണ്? ഭൗതിക ലോകത്ത് താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ളത് നൽകുക എന്നതല്ല, മറിച്ച് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രേരകം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ പോലുള്ള കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ജീവിച്ച മഹാരഥന്മാരായ പ്രവാചകന്മാർ മരണാസന്നരായ ഘട്ടങ്ങളിൽ എന്താ ചെയ്തത്? മക്കളെ വിളിക്കുന്നു, ഭാര്യമാരെ വിളിക്കുന്നു, എന്നിട്ട് ഉപദേശം നൽകുന്നു. എന്ത്? ദുനിയാവിനെ കുറിച്ചല്ല, വിട്ടേച്ചു പോകുന്ന സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്നല്ല, മറിച്ച് എന്റെ ശേഷം നിങ്ങൾ ആരെ ആരാധിക്കുമെന്നുള്ളത്, എന്റെ ശേഷം നിങ്ങൾ ഏത് മാർഗത്തെ അനുധാവനം ചെയ്യുന്നു എന്നത്. എന്താണ് ആ ഉപദേശത്തിന്റെ പ്രേരണ? നാളെ പരലോകത്ത് അവർ രക്ഷപ്പെടണം എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യമാരെയും പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെയും പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരെയും ഒക്കെ സമീപത്ത് വിളിച്ചിട്ട് ഇതേ ഉപദേശമാണ് നൽകുന്നത്. പരലോകത്ത് രക്ഷപ്പെടണം, അതാകുന്ന ഏറ്റവും വലിയ സ്നേഹം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി കാണിച്ച സ്നേഹവും നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗത്തിന്റെയും പ്രേരണ അതായിരുന്നു. അന്ത്യനാൾ വരെ ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് അവർക്കെല്ലാം ഈ സന്ദേശം ലഭിക്കണം. അതെ, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അലിവും കൃപയും ഉള്ളവനായിക്കൊണ്ട്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ ത്യാഗങ്ങൾ സഹിക്കാനും ബുദ്ധിമുട്ടുകൾ ഏറ്റുവാങ്ങാനും പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യം. ഈ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും ഓരോ ചലനം നടത്തുമ്പോഴും നമ്മുടെ മുമ്പിൽ, നമ്മുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുന്ന ആ മാതൃക. പക്ഷേ സ്നേഹിക്കേണ്ടുന്ന പോലെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമായി തീർന്നിട്ടുണ്ടോ? ഭാര്യയോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം, ഉപ്പയോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം, തന്റെ ബോസിനോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം, ബന്ധുക്കളോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം അള്ളാഹുവിന്റെ റസൂലിനോട് വെച്ചു പുലർത്താൻ ഓരോ രംഗത്തിലും എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച്, എനിക്ക് വേണ്ടി പട്ടിണി കിടന്ന, യുദ്ധഭൂമിയിൽ പോലും വയറ്റത്ത് കല്ലുവെച്ച് കെട്ടിക്കൊണ്ട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായ മഹാനായ എന്റെ നേതാവ്, എന്റെ മാതൃക, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെ അനുധാവനം ചെയ്യാൻ, ആ റസൂലിനെ സ്നേഹിക്കാൻ, ആ പേര് കേൾക്കുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് സാധ്യമായി തീർന്നിട്ടുണ്ടോ? ഓരോ രംഗത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെ പിന്തുടരാൻ ലോകത്തിന്റെ മുമ്പിൽ അതുപോലെ മറ്റൊന്ന് പകർത്താൻ നമുക്കില്ല. പക്ഷെ ഇവിടെ നമുക്കറിയാം, ഇത് ഹീറോ വർഷിപ്പിന്റെ കാലഘട്ടമാണ്, വീരാരാധനയുടെ കാലഘട്ടമാണ്. വിനോദങ്ങൾ മനുഷ്യനിൽ അമിതമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള അഭ്രപാളികളിൽ മിന്നിമറയുന്ന നടീനടന്മാരുടെയും പത്രപ്രസിദ്ധീകരണങ്ങളുടെ സ്പോർട്സ് പേജുകളിൽ വർണ്ണചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സ്പോർട്സ് രംഗത്തെ അധികായന്മാരെയും മനസ്സുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവരുടെ ഹെയർ സ്റ്റൈലും അവരുടെ വസ്ത്രധാരണ രീതിയും, എന്തിനേറെ അവർ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വൃത്തികെട്ട സംസ്കാരങ്ങൾ വരെ ജീവിതത്തിന്റെ നാനാരംഗങ്ങളിലും അവരെ മാതൃകയാക്കി പകർത്താൻ ശ്രമം നടത്തുന്ന അത്തരം ഹീറോ വർഷിപ്പ് സമീപനം, വീരാരാധന ഒരു സാമൂഹിക സ്വഭാവമായി മാറിക്കഴിഞ്ഞൊരു ചുറ്റുപാടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ പുഴുക്കുത്തുകളില്ലാത്ത ഒരു മാതൃക, 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും വിമർശിക്കാൻ ഒരു പഴുതു പോലുമില്ലാത്ത ഒരു മാതൃക, ആരുടെ മുമ്പിലും അഭിമാനത്തോടുകൂടി ഉയർത്തിക്കാണിക്കാവുന്ന ഒരു മാതൃക നമ്മുടെ മുമ്പിലുണ്ടായിട്ടുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന കസേരയിലിരിക്കുന്ന സഹോദരന്റെ നേരെ ആ മാതൃകയെ പരിചയപ്പെടുത്താൻ, ആ മഹാനായ റസൂലുള്ളാഹ് കൊണ്ടുവന്ന ആദർശത്തിന്റെ മഹത്വം പ്രദർശിപ്പിക്കുന്ന ഒരു ലഘുലേഖയോ ഒരു പുസ്തകമെങ്കിലോ ഒന്ന് കൈമാറാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക്? ജോലിയുടെ ഇടയിൽ, ഇടപാടുകളുടെ ഇടയിൽ എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇത് എന്റെ നേതാവിന്റെ, ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി തീർന്ന ഒരു വ്യക്തിത്വത്തിന്റെ, ഒരിക്കലും തന്നെ വിമർശനത്തിനുള്ള പഴുതുകളില്ലാതെ ജീവിച്ചു പോയിട്ടുള്ള ആ വ്യക്തിത്വത്തിന്റെ മാതൃകയാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമായി തീർന്നിട്ടുണ്ടോ? എവിടെയാണ് ആ വ്യക്തിത്വത്തിൽ ഒരു മാതൃകയില്ലാതെ പോയിട്ടുള്ളത്? ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് റോളുകൾ നിർവഹിക്കേണ്ടതുണ്ട്. ഒരു പിതാവിന്റെ മാതൃക നമ്മൾ എവിടെ അന്വേഷിക്കും? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനോളം കുടുംബ സ്നേഹമുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. ആ വ്യക്തിത്വത്തിന്റെ കൂടെ കഴിഞ്ഞ് ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്ത അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കാന ഇബ്രാഹിം ഇബ്നുഹു മുസ്തർലിഅൻ ഫി അവാലിൽ മദീന. മദീനയുടെ ഉയർന്നൊരു ഭാഗത്ത് മഹാനായ പ്രവാചകന്റെ പുത്രൻ ഇബ്രാഹിം എന്ന കുഞ്ഞ് മുലകുടിച്ച് വളരുകയാണ്. ഫകാന യൻതലിഖു വനഹ്നു മഅഹു. പലപ്പോഴും ഇടയ്ക്കിടെ അള്ളാഹുവിന്റെ റസൂൽ ആ കുഞ്ഞു മുലകുടിച്ച് വളരുന്ന ആ വീട്ടിലേക്ക് കടന്നു ചെല്ലും. എന്നിട്ട്
ഞങ്ങളും കൂടെ പോകും. ഫയദ്ഖുലുൽ ബൈത വഇന്നഹു ലയുദ്ഖിൻ വകാന ദിർഹു ഖൈറ. അങ്ങോട്ട് ചെന്നാൽ ആ വീട്ടിലാകെ പുക നിറഞ്ഞിട്ടുണ്ടാകും. കാരണം ഇബ്രാഹിം എന്ന കുഞ്ഞു മുലകുടിച്ച് വളരുന്ന വീടിന്റെ ഉടമസ്ഥൻ ഒരു കൊല്ലപ്പണിക്കാരനാണ്. ആ ദരിദ്രമായ വീട്ടിലെ പുക നിറഞ്ഞിരിക്കുന്ന വീടിന്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇബ്രാഹിം എന്ന തന്റെ കുഞ്ഞിനെ കൈവെള്ളയിൽ എടുത്തിട്ട് ചുംബിക്കും. എന്നിട്ട് അവിടുന്ന് വീണ്ടും ഇറങ്ങിപ്പോരും. അങ്ങനെ ഇടക്കിടക്കെല്ലാം തന്റെ ആ പ്രിയ പൊന്നോമനെ കാണാൻ റസൂലുള്ള കുടിലിലേക്ക് ചെല്ലും. അപ്പൊ ഞങ്ങളും കൂടെ ചെല്ലുമെന്ന്. ആ പ്രവാചകനോളം കുടുംബ സ്നേഹമുള്ള ഒരു വ്യക്തിത്വത്തെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കൂടെ കഴിഞ്ഞ ജീവിത ചലനങ്ങൾ ഒപ്പിയെടുത്ത അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ലോകത്തിന്റെ മുമ്പിൽ ഒരു പിതാവിന്റെ സ്നേഹത്തിന്റെ മഹിതമായ മാതൃക മരണാസന്നനായ ഘട്ടത്തിൽ പോലും പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായെ സമീപത്ത് വിളിച്ച് യാ ഫാത്തിമ അൻകിദി നഫ്സകി മിനന്നാർ, മോളെ ഫാത്തിമ, നരകത്തിൽ നിന്ന് നിന്റെ ദേഹത്തെ നീ കാത്തുകൊള്ളണം മോളെ എന്നൊരു ഉപദേശം നൽകാൻ അത് അള്ളാഹുവിന്റെ പ്രവാചകൻ മറന്നുപോയില്ല. എന്നാൽ ഈ ഒരു മാതൃക സന്താനങ്ങളുടെ വിഷയത്തിൽ കൂടെ കഴിയുന്നതാകട്ടെ നാട്ടിൽ കഴിയുന്നതാകട്ടെ, നാട്ടിൽ കഴിയുന്ന പൊന്നോപന മകനോ മകൾക്കോ ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇന്ന് സുബി നിസ്കരിച്ച മോനെ എന്ന് ചോദിക്കാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ, ഓർമ്മ വരാറുണ്ടോ? ക്യാമ്പസുകളിലേക്ക് നമ്മൾ പറഞ്ഞയച്ച +2 കഴിഞ്ഞ് നാട്ടിലെ ഏതോ ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്ന തന്റെ മകൾ അവിടെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ, മകനെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് മോനെ, പക്ഷേ ദീന് മറന്നു പോകരുത് എന്ന് പറയാൻ നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. 10, 18, 20 കൊല്ലം കരളിന്റെ കഷ്ണം പോലെ സ്നേഹിച്ച നമ്മുടെ മകളെ ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നിക്കാഹ് ചെയ്ത് കൊടുത്തയക്കുന്ന സമയത്ത് നാഥ, കഴിഞ്ഞ കാലത്ത് ഞാൻ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ ആദർശത്തിലും എന്റെ ദീനിലും വളർത്താൻ. പക്ഷെ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് എനിക്കറിയില്ല അവന്റെ ജീവിതത്തെ കുറിച്ച്, അവന്റെ രാപ്പകലുകളെ കുറിച്ച് ഞാനിതാ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. റബ്ബിൽ തവക്കുലാക്കി അത് നിർവഹിക്കുന്ന സമയത്ത് മോളെ, ഉപ്പയുടെ കൂടെ കഴിഞ്ഞപ്പോ, ഉമ്മയുടെ കൂടെ കഴിഞ്ഞപ്പോ പരിശുദ്ധ തൗഹീദിന്റെ ആദർശവും ദീനിന്റെ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നിന്നെ വളർത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടും ശ്രദ്ധിക്കണം മോളെ എന്നൊരു ഉപദേശം നൽകാൻ ആ കർണാഭരണങ്ങൾ നൽകിയതിന്റെ കൂടെ, ആ പുതുവസ്ത്രങ്ങൾ നൽകിയതിന്റെ കൂടെ ഈ മഹത്തായ സ്നേഹം, ആഖിറത്തിന് വേണ്ടിയുള്ള സ്നേഹം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അതാ വിറയാർന്ന സ്വരത്തിൽ ഫാത്തിമത്തു കിത്വത്തു കബ്ദി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പ്രഖ്യാപിച്ച റസൂലുള്ള ആ സമയത്തും അതാ മകളെ സമീപത്ത് വിളിച്ച് നൽകുന്ന ഉപദേശം ഇതാണ്: നിന്റെ ഉപ്പ ഇന്ന സമ്പത്ത് വിട്ടേച്ചു പോകുന്നു മോളെ, അത് നീയും മക്കളും ആസ്വദിച്ചുകൊള്ളൂ എന്നതല്ല. നിനക്ക് ഈ ലോകത്ത് വെച്ച് വേണ്ടതൊക്കെ ചോദിക്കാം, പക്ഷെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല മോളെ എന്ന ഏറ്റവും വലിയ സ്നേഹപ്രകടനം മകളുടെ മുമ്പിൽ നടത്തിയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിന്റെ വിഷയത്തിൽ ഈ മാതൃക പകർത്താൻ നമുക്ക് സാധ്യമായി തീർന്നിട്ടുള്ളൂ. ഇണയെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. ഇണ എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഭാര്യ എന്ന് മലയാളത്തിൽ സാധാരണ പറയാറുണ്ടല്ലോ, ഭരിക്കപ്പെടുന്നവൾ. ഖുർആനിൽ ആ വിധത്തിലുള്ള പ്രയോഗമല്ല, മറിച്ച് അസ്വാജാണ്. ഇണ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ന്യൂനത മറ്റതുകൊണ്ട് പരിഹരിച്ച് പരസ്പര പൂരകങ്ങളായി പരസ്പര ആകർഷക ബലത്തിൽ ബന്ധിതമായി കഴിയുന്നവരാണല്ലോ. ആ ദാമ്പത്യത്തിന്റെ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഖദീജ ബീവിയോട് അല്ലാഹുവിന്റെ റസൂലിനുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ആ ദാമ്പത്യ ബന്ധത്തിന്റെ ഉദാത്തമായ മാതൃക, 15 വയസ്സ് തന്നിലേക്കാൾ പ്രായത്തിൽ മൂത്തിരിക്കുന്ന ഒരു സ്ത്രീ, മുമ്പ് നടന്ന 2 വിവാഹങ്ങളിലൂടെ 4 മക്കളുടെ മാതാവായി തീർന്ന ഒരു സ്ത്രീയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. അവരെയാണ് അല്ലാഹുവിന്റെ റസൂൽ തന്റെ 25ാമത്തെ വയസ്സിൽ വധുവായി സ്വീകരിക്കുന്നത്. സ്ത്രീലമ്പടനായി കാമഭ്രാന്തനായി ലോകത്തിന്റെ മുമ്പിൽ മഹാനായ പ്രവാചകൻ അപകീർത്തിപ്പെടുത്താൻ ഇന്നും തിന്മയുടെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിന്റെ കറുത്ത വശങ്ങൾ പലപ്പോഴും അനാവൃതമായി തീരുമ്പോ 40കളിലെത്തിയ 4 മക്കളുടെ മാതാവായ ഒരു സ്ത്രീയെ തന്റെ ഇണയായി സ്വീകരിച്ചുകൊണ്ട് ആ ദാമ്പത്യ ബന്ധത്തിൽ ഉദാത്തമായൊരു മാതൃക ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിയെ കുറിച്ച് ചരിത്രം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്ന ഉയർന്നിരിക്കുന്ന ആ മലയുടെ മുകളിലേക്ക് തന്റെ പ്രിയതമന് വേണ്ടി 1-ലേറെ തവണ ദിവസം ആഹാരവുമായി കയറിപ്പോയ ആ മഹത്തായ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഭാര്യയുടെ മാതൃക ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന പടച്ചതമ്പുരാന്റെ വചനം ജിബ്രീൽ അലൈഹിസ്സലാം അത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്ന സന്ദർഭത്തിൽ ഭയചകിതനായി പനി ബാധിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന ഭർത്താവിന്റെ മുമ്പിൽ പുതപ്പിട്ട് മൂടിക്കൊടുത്ത്
ആശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പ്രതിസന്ധി ഘട്ടത്തിൽ കരുത്തും ശക്തിയും പിൻബലവും നൽകിയ ഭാര്യയുടെ മാതൃക ഖദീജ റളിയല്ലാഹു തആല അൻഹ. ദാമ്പത്യ ജീവിതത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്, എത്രമാത്രം സ്നേഹത്താൽ ബന്ധിതമായിരുന്നു ആ ബന്ധം എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ തന്നെ തരുണിയായ ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ ഇപ്രകാരം കാണാം: മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ. ഖദീജയോട് അസഹിഷ്ണുത തോന്നിയ അത്ര പ്രവാചകന്റെ മറ്റൊരു ഭാര്യയോടും എനിക്ക് അസഹിഷ്ണുത തോന്നിയിട്ടില്ല. വമാ റഅയ്തുഹ ഖത്ത്, സത്യത്തിൽ ഞാൻ അവരെ ഒരിക്കൽ പോലും കണ്ടിട്ട് പോലുമില്ല. വലാകിൻ കാന യുക്സിറു ദിക്റഹാ, പക്ഷെ അല്ലാഹുവിന്റെ പ്രവാചകൻ എപ്പോഴും അവരെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ അമിതമായി അയവിറക്കുമായിരുന്നു. വറുബ്ബമാ ദബഹ ശാത്ത് സുമ്മ യഖതഉഹാ അഅലാ സുമ്മ യബ്അസുഹാ ഫീ സുദാഇകി ഖദീജ. എപ്പോഴൊക്കെ ആടിൽ അറുക്കുന്നുവോ അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മാംസത്തിന്റെ ഒരു ഭാഗം ഖദീജ റളിയല്ലാഹു തആല അൻഹായുടെ കൂട്ടുകാരികൾക്ക് വേണ്ടി നൽകുമായിരുന്നു. ഫറുബ്ബമാ ഖുൽതു ലഹു കഅല്ലം യകുൻ ഫി ദുനിയ ഇംറഅത്തുൻ ഇല്ല ഖദീജ. അത് കാണുമ്പോൾ ഒക്കെ പലപ്പോഴും ഞാൻ പറയുമായിരുന്നു, ലോകത്ത് ഖദീജ അല്ലാതെ വേറെ ഒരു സ്ത്രീയും ഇല്ല എന്ന് തോന്നും. ഫയഖൂൽ, അത് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി പറയും, ഇന്നഹ കാനത് വകാനത് വകാന ലി മിൻഹാ വലദ്. അവൾ അങ്ങനെയായിരുന്നു, അവൾ ഇങ്ങനെയായിരുന്നു, അവളിലാണ് എനിക്ക് മക്കളുണ്ടായത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു. മരണശേഷവും തന്റെ ഇണയെക്കുറിച്ച് ഓർത്ത ആ ഇണയ്ക്ക് വേണ്ടി ആ ഇണയോടുള്ള സ്നേഹത്തിന്റെ പ്രകടനം അവരുടെ കൂട്ടുകാരികൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ച ദാമ്പത്യ ജീവിതത്തിന്റെ സ്നേഹബന്ധത്തിന്റെ ഉദാത്തമായ മാതൃക ഇതുപോലെ എവിടെ നമുക്ക് കാണാൻ സാധിക്കും? വഫാത്താകുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഇന്ന് ഞാൻ എവിടെയാണ് എന്ന് വിറയാർന്ന സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് മറ്റു ഭാര്യമാരുടെ അനുമതി പ്രകാരം ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിൽ കഴിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെയും വിളിക്കുന്നു, ഉപദേശം നൽകുന്നു. എന്തിന്റെ ഉപദേശം? ദുനിയാവിന്റെ കാര്യങ്ങളല്ല, നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി, പരലോകത്തെ വിജയത്തിന് വേണ്ടിയുള്ള ദീനിന്റെ ഉപദേശങ്ങൾ ഓരോ ഇണക്കും നൽകിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. ലോകത്തിന്റെ മുമ്പിൽ ഇതുപോലെ ഒരു മാതൃക, സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ പകർത്താവുന്ന ഒരു മാതൃക എവിടെ നമുക്ക് കാണാൻ സാധിക്കും? ആരെപ്പോലും ഉയർന്നവനെന്നോ താഴ്ന്നവനോ എന്ന ചിന്തയില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം നടന്നു പോകുമ്പോൾ പലപ്പോഴും കൊച്ചു കുട്ടികളെ കാണുമ്പോൾ കൈപിടിച്ചുകൊണ്ട് സലാം പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ്. വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഇമാം ബുഖാരി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്, കാന ഗുലാമുൻ യഹൂദിയ്യുൻ യഖ്ദിബുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനെ സേവനം ചെയ്തിരുന്ന ഒരു ചെറിയ യഹൂദി പയ്യനുണ്ടായിരുന്നു. ഫമരിള ഫഅതഹു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുഹു. അങ്ങനെ അവൻ രോഗിയായി തീർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ സന്ദർശിച്ചു. ഫഖഅദ ഇൻദ റഅസിഹി. ആ യഹൂദി ബാലന്റെ തലയുടെ സമീപത്ത് റസൂലുള്ളാഹി ഇരുന്നു. ഫഖാല ലഹു അസ്ലിം. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ ഇസ്ലാം സ്വീകരിക്ക്. ഏറ്റവും വലിയ സ്നേഹം അതാണ്. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഈ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്ന സഹോദരൻ, തമാശകൾ പങ്കിടുന്ന, പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരസ്പരം പരിഹരിക്കാൻ വേണ്ടിയുള്ള സഹായിയെ ഞാൻ സ്നേഹിക്കുന്ന ഈ സഹോദരനോടുള്ള സ്നേഹം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കണം? അതെ, ഇതാ ഇസ്ലാം, ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന ആദർശം. ഏത് പ്രതിസന്ധിയിലും എൻ്റെ മനസ്സിന് കരുത്ത് നൽകുന്ന ആദർശം. ഇതിന്റെ രുചി നീ ഒന്ന് ആസ്വദിക്കണം. അതാകുന്നു ഏറ്റവും വലിയ സ്നേഹം എന്നത്. ആ യഹൂദി ബാലനെ അവന്റെ സമീപത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ സ്നേഹപ്രകടനം നടത്തുന്നു. എങ്ങനെ? ഇസ്ലാം സ്വീകരിക്കും മോനെ. ഫനളറ ഇലാ അബീഹി വഹു ഇൻദഹു. ആ കുട്ടിയതാ സമീപത്തിരിക്കുന്ന തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഫഖാൽ അത്ത് അബുൽ ഖാസിം. ആ പിതാവ് പറഞ്ഞു, മോനെ അബുൽ ഖാസിമിനെ അനുസരിക്കൂ. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ വേണ്ടി ഉപ്പ നിർദ്ദേശിക്കുകയാണ്. ഫഅസ്ലമ. ആ യഹൂദി പയ്യൻ അതാ ഇസ്ലാം സ്വീകരിക്കുന്നു. ഫഖറജ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖൂൽ അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു മിനന്നാർ. ആ ബാലനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാഥാ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് രോഗിയായി കിടക്കുന്ന ആ ബാലന്റെ സമീപത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോരുകയാണ്. മനുഷ്യവർഗത്തോടുള്ള സ്നേഹം
മനുഷ്യവർഗത്തോടുള്ള സ്നേഹം. ഈ സ്നേഹമാണ് ദഅവത്തിന്റെ പ്രേരക ശക്തിയായി തീർന്നിട്ടുള്ളത്. ഈ സ്നേഹമാണ് മക്കൾക്കും ഇണക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കും സഹപ്രവർത്തകർക്കും ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത്, പ്രബോധന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നിടത്ത് നമുക്ക് പ്രേരക ശക്തിയായി തീരേണ്ടത് സ്നേഹമെന്ന ഏറ്റവും ഉദാത്തമായ വികാരം. അതെ, രോഗിയായി കിടക്കുന്ന ആളുകളെ പോയി സമീപിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആദാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അല്ലാഹുമ്മ ഷ്ഫി സഅദ. ഞാൻ രോഗിയായി കിടന്നപ്പോ റസൂലുള്ളാഹി എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഫി സഅദ, അല്ലാഹുമ്മ ഷ്ഫി സഅദ, അല്ലാഹുമ്മ ഷ്ഫി സഅദ. സഅദിനെ നീ സുഖപ്പെടുത്തി കൊടുക്ക്, സഅദിനെ നീ സുഖപ്പെടുത്തി കൊടുക്ക്. ആ സമൂഹത്തിന്റെ നേതാവായ, ആ സമൂഹത്തിന്റെ ഭരണാധികാരിയായ, ആ സമൂഹത്തിലെ സൈന്യങ്ങളെ നയിക്കേണ്ടുന്ന യുദ്ധരംഗങ്ങളിൽ ഏർപ്പെടേണ്ടി വന്ന, ഉപജീവനത്തിന് വേണ്ടി തിരക്ക് പിടിച്ച കച്ചവട യാത്രകളിൽ ഏർപ്പെടേണ്ടി വന്ന, ഇണകളുടെ കൂടെ അവരോടുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടുന്ന തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും രോഗിയായി കിടക്കുന്ന തന്റെ ഒരു അനുയായി ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ ഓടിച്ചെന്ന് സുഖപ്പെടുത്തി കൊടുക്കുനാഥ, സുഖപ്പെടുത്തി കൊടുക്കുനാഥ, സുഖപ്പെടുത്തി കൊടുക്കുനാഥ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു നേതാവ് ചരിത്രത്തിൽ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ചരിത്രത്തിൽ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഈ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മഹത്തരമായ മാതൃക. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവര് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അങ്ങ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട സന്ദർഭം ഏതാണ്? അങ്ങ് ഏറ്റവും കൂടുതൽ വിഷമിച്ച സന്ദർഭം ഏതാണ്? റസൂലുള്ളാഹി പറഞ്ഞത് എന്റെ ത്വായിഫ് യാത്രയിൽ എന്നാണ്. ത്വായിഫിലേക്ക് ബന്ധുക്കളായ ആളുകളുടെ സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മക്കയിലെ പീഡനങ്ങൾ അസഹനീയമായ സന്ദർഭത്തിലാണ് റസൂലുള്ള തൈഫിലേക്ക് യാത്ര പോകുന്നത്. പക്ഷേ സ്വീകരിച്ചിരുത്തുകയോ തങ്ങളുടെ ഒരു കുടുംബാംഗമെന്ന ഒരു മാനുഷികവും കുടുംബപരവുമായ പരിഗണന നൽകുകയോ ചെയ്യുന്നതിന് പകരം കല്ലെറിയുകയും അങ്ങാടിപ്പിള്ളേരെ കൊണ്ട് കല്ലെറിയിക്കുകയും ചെയ്തിരുന്ന ആ ജനത കാലിൽ നിന്ന് രക്തം വാർന്നൊഴുകി ക്ഷീണിച്ച ശരീരവുമായി തായിഫിൽ നിന്ന് തിരിച്ചു നടന്ന് വഴിയിലുണ്ടായിരുന്ന ഉത്ബത്ത് ഇബ്നു റബീഅയുടെ തോട്ടത്തിൽ കയറി നിന്നുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി, നാഥാ പുറത്തു കൊടുക്കണമേ ഈ ജനതക്ക്, വിവരക്കേട് കൊണ്ട് ചെയ്തതാണവർ എന്ന് പ്രാർത്ഥിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട്, എന്താണ് പ്രവാചകരെ ഈ ജനതയെ കാണുന്ന രണ്ട് മലകൾക്കിടയിൽ ആക്കി നശിപ്പിച്ചു കളയട്ടെയോ എന്ന് ചോദിച്ചപ്പോ, അരുത്, അവരിൽ ആളെങ്കിലും നാളെ ഈ സത്യസന്ദേശം സ്വീകരിക്കാൻ ഇടയുണ്ടെങ്കിൽ അതാണല്ലോ ഉത്തമം എന്ന് പ്രതികരിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ നമ്മൾ പിന്നീട് കാണുന്നത് ആ കല്ലേറിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അബ്ദുൽ യാഫീൽ എന്ന മനുഷ്യനാണ്. ആ അബ്ദുൽ യാഫീൽ വർഷങ്ങൾക്ക് ശേഷം, മദീന ഹിജ്റയ്ക്ക് ശേഷം അള്ളാഹുവിന്റെ റസൂല് കേൾക്കുന്ന വാർത്ത അബ്ദുൽ യാഫീൽ മദീനയിലെത്തിയിട്ടുണ്ട് എന്ന വാർത്തയാണ്. അബ്ദുൽ യാഫീലിനെ അന്വേഷിച്ചിറങ്ങി, കണ്ടെത്തി, കൈപിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ വീട്ടിലുണ്ടായിരുന്ന വിഭവങ്ങൾ നൽകി സൽക്കരിച്ച് തന്റെ ഭവനത്തിൽ ആ മനുഷ്യന് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല, പകയെന്ന വിദ്വേഷമെന്ന ഒരു മനുഷ്യന് ദൗർബല്യമായി വന്നു ഭവിക്കാവുന്ന ഏതെങ്കിലും ഒരു സ്വഭാവ വൈകല്യം ജീവിതത്തിൽ ഒരിക്കലും വന്നു ചേരാതെ കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും മാതൃകയായി ജീവിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, ആ മഹാനായ പ്രവാചകൻ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅൻഹു ഹത്താ യൽഅഹ വഇൻ കാന അഖാഹു ലി അബിഹി വ ഉമ്മിഹി. ഒരാളുടെ നേർക്ക് ആയുധം ചൂണ്ടാൻ നിങ്ങൾ തയ്യാറായാൽ അത് താഴെ വെക്കുന്നവരേക്കും അല്ലാഹുവിന്റെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും, സ്വന്തം സഹോദരനാണെങ്കിൽ പോലും എന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹനത്തിന്റെയും മുഴുവൻ നന്മകളുടെയും ഉത്തമമായ മാതൃക അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു. ഈ മഹൽ വ്യക്തിത്വം ഒരു കച്ചവടക്കാരൻ എങ്ങനെയാകണം? ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബന്ധപ്പെടുന്ന മേഖലകളിൽ ഓരോന്നിലും ഉദാത്തമായ മാതൃക കാണിച്ചുകൊണ്ടാണല്ലോ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. ഒരാളുടെ സാമ്പത്തിക പ്രതിസന്ധി ചൂഷണം ചെയ്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തി അവന്റെ വസ്തു നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കരുത് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി. മകളുടെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്. റോഡ് സൈഡിൽ വിൽപ്പനക്ക് വെച്ചിരുന്ന സെന്റിന് 2 ലക്ഷം വില പറഞ്ഞിരുന്ന ആ ഭൂമി മകളുടെ കല്യാണം നടക്കണം, ഉടനെ കൊടുക്കണം, 1 ലക്ഷത്തിന് കൊടുക്കാൻ തയ്യാറാകും. അവന്റെ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് ചൂഷണം ചെയ്ത് നിങ്ങൾ ആ സ്വത്ത് സ്വന്തമാക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളാണ്. ഒരാളുടെ പ്രതിസന്ധി ചൂഷണം ചെയ്തുകൊണ്ട് അവന്റെ വസ്തു നിങ്ങൾ കച്ചവടം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ
ഒരാൾ വില പറഞ്ഞു വെച്ചിരിക്കുന്ന വസ്തു അതിലേറെ വില പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വന്തമാക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം വാങ്ങിയവന് അവധി നീട്ടിക്കൊടുക്കണം എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ മാതൃകയായ വ്യക്തിത്വം. അയൽപക്ക ബന്ധങ്ങളുടെ വിഷയത്തിൽ ഇദാ സമീഅത ജീറാനക യഖൂലു ഖദ് അഹ്സൻത വഖദ് അഹ്സൻത വഇദാ സമീഅത ജീറാനക യഖൂലു ഖദ് അസഅത വഖദ് അസഅത. ഞാൻ നല്ലവനാണ് എന്ന് എങ്ങനെ അറിയാം, ഞാൻ ചീത്തയാണെന്ന് എങ്ങനെ അറിയാം എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ അനുയായിയോട് അയൽക്കാരൻ നല്ലത് പറയുന്നുവെങ്കിൽ നീ നല്ലവനാണെന്നും അയൽവാസി നിന്നെക്കുറിച്ച് ചീത്തയാണ് പറയുന്നതെങ്കിൽ നീ ആള് മോശമാണെന്നും പ്രതികരിച്ച മഹാനായ പ്രവാചകൻ. ആ മാതൃക പകർത്തിയത് കൊണ്ടാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുന്ന സമയത്ത് അതുവരേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർത്തിപ്പിടിച്ച കാരണത്താൽ പീഡിപ്പിച്ച ശത്രുവായി കണ്ടിരുന്ന ജൂതൻ വഴിയിൽ വെച്ചുകൊണ്ട് തടഞ്ഞു നിർത്തുന്നത് പോകരുതെന്ന് പറഞ്ഞ് ഈ മാതൃക പകർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിൽ ആ പ്രദേശം വിട്ടുകൊണ്ട് പോകേണ്ടി വരുന്ന അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഇവിടുന്ന് പോകരുത് എന്ന് മുഖത്ത് നോക്കി പറയുന്ന അയൽക്കാരെ സൃഷ്ടിച്ചെടുക്കാൻ, അത്തരത്തിലുള്ള ഒരു സ്വാധീനം താമസിക്കുന്ന പ്രദേശങ്ങളിലെ മനസ്സുകളിൽ നമ്മെ സംബന്ധിച്ചുണ്ടാക്കിയെടുക്കാൻ ഈ ആദർശത്തിന്റെ വക്താക്കളായി തീർന്നിട്ടുള്ള നമുക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സമൂഹത്തിൽ അതുണ്ടായി തീർന്നു. വിനയത്തിന്റെയും അതേപോലെ തന്നെ സഹനത്തിന്റെയും നന്മകളുടെയും ഏതേത് മേഖലകളിൽ ലോകത്തിന്റെ മുമ്പിൽ ഒരു മാതൃക ആവശ്യമുണ്ടോ അവിടെ അതാ കൃത്യമായിക്കൊണ്ട്. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യണം? നമുക്കെന്താണ് നമ്മുടെ ബാധ്യത? പഠിക്കുക എന്നുള്ളത്, പകർത്തുക എന്നുള്ളത്. ഓരോ രംഗങ്ങളിലും എൻ്റെ നേതാവ് ആ മഹാനായ റസൂലുള്ളാഹ് എങ്ങനെ ജീവിച്ചു, ആ മഹാനായ പ്രവാചകൻ എങ്ങനെ മാതൃക കാണിച്ചു എന്നത് പഠിക്കുകയും അത് പകർത്തുകയും ചെയ്യുക എന്നുള്ളത്. ലോകവുമായി ബന്ധപ്പെട്ട ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരുപാട് സമയം നമ്മൾ നീക്കിവെക്കുന്നുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴുകുന്ന വെള്ളത്തിന്റെ ഉപരിതലത്തിലെ കുമിളകൾ പോലെ മാത്രം നിലനിൽക്കുന്ന നൈമിഷികമായ ആയുസ്സുള്ള ഈ ലോകത്തെ ജീവിതം, ഒരുപാട് സ്മരണകൾ നമ്മുടെ മുമ്പിലുണ്ട്. നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന പള്ളിയുടെ തൊട്ടു മുമ്പിലുള്ള പള്ളിപ്പറമ്പിൽ ഉയർന്നു നിൽക്കുന്ന കല്ലുകൾ, അവിടെയുള്ള അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. LP സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചിരുന്നവരും, നാട്ടിൽ ഒരേ ഗ്രൗണ്ടിൽ ഒന്നിച്ച് ഫുട്ബോൾ കളിച്ചിരുന്നവരും, ഒന്നിച്ച് തമാശ പറഞ്ഞ് നടന്നിരുന്നവരും ഒക്കെ തന്നെ ഇന്നവരെ സംബന്ധിക്കുന്ന ഓർമ്മകൾ പടച്ച തമ്പുരാൻ നമുക്ക് ആയുസ് നീട്ടിത്തന്നു. പടച്ച തമ്പുരാൻ നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഈ ജീവിതത്തിൽ ഭൗതിക കാര്യങ്ങളിൽ മുഴുകിയുള്ള നട്ടോട്ടത്തിനിടയിൽ ഒരല്പസമയം എന്ത് ഞാൻ ചെലവഴിച്ചു? എനിക്ക് വേണ്ടി പട്ടിണി കിടന്ന, എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച, എനിക്ക് വേണ്ടി മക്കയുടെ മണ്ണിൽ നിന്ന് അങ്ങകലെയുള്ള മദീനയിലേക്ക് ഹിജ്റ പുറപ്പെട്ട സന്ദർഭത്തിലും തിരിഞ്ഞു നിന്നുകൊണ്ട് മക്കയുടെ മണ്ണ് നിന്നോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന് നിറഞ്ഞ മൊഴികളിലൂടെ പ്രതികരിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എന്ത് ചെയ്തു? ആ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കാൻ വേണ്ടി, ആ റസൂലിന്റെ സഹവാസം എനിക്ക് ലഭിക്കാൻ വേണ്ടി, ആ മഹാനായ വ്യക്തിത്വം എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച പ്രവാചകന്റെ ഒരു സഹവാസം എനിക്ക് ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്ന ഒരാലോചന. അതിനുവേണ്ടി ഞാൻ എത്ര യാത്ര നടത്തി, അതിനുവേണ്ടി ഞാൻ എത്ര പണം ചെലവഴിച്ചു, അതിനുവേണ്ടി ഞാൻ എത്ര സമയം എൻ്റെ ജീവിതത്തിൽ നീക്കിവെക്കുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ആ ചുണ്ടുകൾ മന്ത്രിക്കുന്നു. എന്താണ്? ചെവി വെച്ച് നോക്കിയപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്, മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്തിന് വിധേയരായ നബിമാരുടെയും സുദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ നീ എന്നെ ചേർക്കണമേ. അല്ലാഹുമ്മ റഫീഖൽ അഅലാ, അല്ലാഹുമ്മ റഫീഖൽ അഅലാ, അല്ലാഹുമ്മ റഫീഖൽ അഅലാ. നാഥാ, ഉന്നതരായ നിന്റെ ആ കൂട്ടുകാർ, നിന്റെ ഉന്നതരായ ആ കൂട്ടുകാർ, അവരുടെ കൂടെ നീ എന്നെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചത് ആ ഉന്നതമായ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ദിവസം 17 തവണ ഞാനും നിങ്ങളും റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റബ്ബിന്റെ മുമ്പിൽ ആവശ്യപ്പെടുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ. ഏതാണ് ആ നേരായ മാർഗം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നിന്റെ അനുഗ്രഹത്തിന് വിധേയരായ ആളുകളുടെ മാർഗമാണ്. ആരാണ് ആ അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ അതിന്റെ വിവക്ഷ വിശുദ്ധ ഖുർആൻ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട് അക്കാര്യം. ആ അൻഅംത അലൈഹിം, നിന്റെ അനുഗ്രഹത്തിന് വിധേയരായ ആളുകൾ ആരാകുന്നു അവർ? സൂറത്തുൻ നിസായിലെ
69-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ആ വിഭാഗത്തിന്റെ കൂടെ നിങ്ങളിൽ ഏതൊരാൾക്കും പ്രവേശിക്കാൻ സാധിക്കും. അതിന് 2 കാര്യങ്ങളാകുന്നു ഉള്ളത്. فأولئك مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അതേ അല്ലാഹുവിന്റെ റസൂൽ ആ ആയത്തിന്റെ ആശയമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയരായ ആളുകൾ ആരാണ്? നബിമാരും സുദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹുകളുമായ ആളുകളാണ്. അവരുടെ കൂടെ പ്രവേശനം ലഭിക്കും. അതിനുള്ള മാനദണ്ഡം എന്താണ്? റസൂൽ, ആര് അള്ളാഹുവിനെ അനുസരിക്കുന്നുവോ അതുപോലെ റസൂലിനെ അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂടെയാകുന്നു. അതുകൊണ്ട് 17 തവണ ഇക്കാര്യം പ്രാർത്ഥിക്കുന്ന നമ്മൾ ആ അനുഗ്രഹീതരായ നബിമാരുടെ കൂടെ, സുദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹുകളുടെ കൂടെ നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ അതിനാവശ്യം അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തെ സംബന്ധിച്ച് റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫഇന്നലിൽ ജന്ന മിഅത ദറജ, സ്വർഗത്തിന് 100 ദറജകളുണ്ട്. ഓരോ ദറജക്കിടയിലുള്ള അകലം ആകാശഭൂമികൾക്കിടയിലുള്ള അകലമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട മുഅ്മിൻ മേലോട്ട് നോക്കുമ്പോൾ അനുഗ്രഹങ്ങൾ കൂടുതൽ കൂടുതൽ കാണുകയും അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകാൻ അവൻ ആഗ്രഹിക്കുകയും ചെയ്യും. ആ സമയത്ത് റബ്ബിനോട് സത്യവിശ്വാസി ആവശ്യപ്പെടുന്നത് മേൽഭാഗത്തേക്ക് നീ എനിക്ക് പ്രവേശനം നൽകണമേ എന്നാണ്. ആ സമയത്ത് അള്ളാഹു പ്രതികരിക്കുന്നത് എന്താണ്? ഫഖ്റ ഫസ്അദ്, നീ പാരായണം ചെയ്യ്. ഖുർആനിൽ നിന്ന് നിനക്ക് എന്തറിയാം അത് നീ പാരായണം ചെയ്യൂ. ഫയഖറഉ വയസ്അദു ഹത്ത ആഖിറ കലാമിഹി, അവന് മനപ്പാടമുള്ള അവസാനത്തെ ആയത്ത് വരെ അവൻ ഓതുകയും അവൻ പാരായണം ചെയ്യുന്ന ആയത്തിനനുസരിച്ച് അവൻ മേലോട്ട് കയറിപ്പോവുകയും ചെയ്യും. ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി നമുക്ക് കാണാം. സ്വർഗത്തിലെ ദറജ എന്ന് പറയുന്ന സത്യത്തിൽ ഖുർആനിലെ ആയത്തുകൾക്ക് തുല്യമാണ് എന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അഥവാ എത്ര ഖുർആനിൽ അവഗാഹമുണ്ടോ അതാണ് സ്വർഗത്തിലെ സ്ഥാനം നിർണയിക്കുന്നത്. അതിലേറ്റവും ഉന്നതമായത് ഫിർദൗസ് ആകുന്നു. അതുകൊണ്ട് റസൂൽ പഠിപ്പിച്ചത് ഫഇദാ സഅൽതും ലിൽ ജന്ന ഫസ്അലൂ ലിൽ ഫിർദൗസ്, നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കുമ്പോൾ ഫിർദൗസിന് വേണ്ടി നിങ്ങൾ ചോദിക്കണം. അത് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ്. അവിടെ നിന്നാകുന്നു അരുവികൾ ഒഴുകുന്നത്, അതിന് മുകളിലാകുന്നു റഹ്മാനായ റബ്ബിന്റെ അർശ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫിർദൗസ് നബിമാരും സുദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹുകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്വർഗത്തിലെ ഉന്നത സ്ഥാനമായ ഫിർദൗസ്, അതിലെത്തണം എന്നുള്ള ആഗ്രഹം, അതിന് ജീവിതത്തിൽ ഞാനും നിങ്ങളും അല്പം അധ്വാനിക്കണം. നമുക്ക് മാതൃകയായി കൊണ്ട് ജീവിച്ച് കടന്നുപോയിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ ഓരോ രംഗത്തും എന്ത് ചെയ്തു, ആ റസൂലിന്റെ മാതൃക എന്ത്, ആ റസൂലുള്ള പഠിപ്പിച്ച അഖീദ വിശ്വാസം എന്ത്, ആ റസൂലുള്ള പഠിപ്പിച്ച കർമാനുഷ്ഠാനങ്ങൾ എന്താണ്, അങ്ങനെയാവാം ഇങ്ങനെയാകാം എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള സമീപനവും ആ ഒഴുകുന്ന വെള്ളത്തിന്റെ ഉപരിതലത്തിലുള്ള തൊണ്ടുപോലെ ലക്ഷ്യമില്ലാതെ നീങ്ങുന്ന ഒരു ജീവിതവും എന്നതല്ല. അതിനപ്പുറം കാര്യബോധത്തോടുകൂടി ഗൗരവത്തോടുകൂടി ജീവിതത്തെ നോക്കിക്കാണുകയും ഞാൻ എന്തറിഞ്ഞു, എന്ത് പഠിച്ചു, എന്ത് പ്രാവർത്തികമാക്കി എന്നൊരു ആലോചന ഏതേത് സന്ദർഭങ്ങളിലും നമ്മിൽ നിന്നുണ്ടാകണം. നമ്മുടെ മാതൃകയായ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ അനുധാവനം ചെയ്യേണ്ടുന്ന അള്ളാഹുവിന്റെ റസൂൽ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് കാണിക്കാനുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണ് റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നത്. അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ, ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്താണ് ആ മുഅദ്ദിൻ പറയുന്നത് അതേപോലെ നിങ്ങളും പറയണം. സുമ്മ സ്വല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഫഇന്നഹു മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മ, 10 പടച്ചതമ്പുരാനുള്ള രക്ഷ അവനുണ്ടായിത്തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത് മാത്രവുമല്ല, ഉബൈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന മറ്റൊരു സംഭവത്തിൽ കാണാം, സമിയ റജുലൻ യദ്ഉ ഫീ സ്വലാത്തിഹി ഫലം യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പക്ഷേ റസൂലിന്റെ പേരിൽ അവൻ സ്വലാത്ത് ചെല്ലുന്നില്ല. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജില ഹാദാ സുമ്മ ദഅാഹു ഫഖാല ലഹു ഔ ലിഗൈരിഹി ഇദാ സ്വല്ല അഹദുകും ഫൽയബ്ദ ബിതഹ്മീദില്ലാഹ് വസനാഇ അലൈഹി സുമ്മ ലയുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ലയദു ബഅദ ബിമാ ശാഅ ബിഹി. നിങ്ങൾ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ
റസൂൽ പറയാം, അതിന്റെ മര്യാദ എന്താണെന്ന് അറിയാമോ? ആദ്യം അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, പടച്ച തമ്പുരാന്റെ മഹത്വം എടുത്തു പറയും. അൽഹംദുലില്ലാ, യാ റഹ്മാൻ, യാ റഹീം, യാ സമീർ, ബസീർ എന്നിങ്ങനെ തുടങ്ങുന്ന പടച്ച തമ്പുരാന്റെ നാമങ്ങൾ, അവന്റെ ഗുണവിശേഷണങ്ങൾ അതെടുത്തു പറയാം. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കണം. ഇതാണ് പ്രാർത്ഥനയുടെ രീതിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വലാത്ത് പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. നിരവധി ഹദീസുകൾ ഇത് സംബന്ധമായി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വലാത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ചോദിച്ച സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞത്, നീ അത് എത്ര കൂടുതൽ വർദ്ധിപ്പിക്കുന്നു, എത്ര അധികരിപ്പിക്കുന്നുവോ അത് നിനക്ക് നന്മയായി തീരും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത് അത് എത്ര വർദ്ധിപ്പിക്കുന്നുവോ അത് നിനക്ക് നന്മയായി തീരും. റസൂലിന്റെ വാക്കുകളാണ്. ഇതുപോലെ നിരവധി ഹദീസുകൾ ഈ വിഷയമായി നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയായിട്ടാണ് റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നത്, രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. ഇബ്നു മാജ റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, അതുപോലെ ഇമാം തുർമുദി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ നസിയ സ്വലാത്ത അലയ്യ ഖതിഅ തരീഖുൽ ജന്ന. എന്റെ പേരുള്ള സ്വലാത്ത് ആരെങ്കിലും മറന്നാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴി നഷ്ടപ്പെടുത്തി എന്നാണ്. അഥവാ സ്വർഗത്തിലേക്കുള്ള വഴിയാകുന്നു സ്വലാത്ത് എന്ന് പറയുന്നത്. റസൂലിന്റെ പേരിലുള്ള രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നുള്ളത് അത് മറന്നുപോയാൽ സത്യത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി അവൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നതിൽ നിന്ന് തുടങ്ങിയിട്ട് ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും ഈ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക, ആ റസൂലുള്ള കാണിച്ച സ്നേഹം, ആ റസൂലുള്ള കാണിച്ച നന്മയുടെ ഓരോ മാതൃകയും ജീവിതത്തിൽ പകർത്താൻ, നല്ല ഒരു മനസ്സിന്റെ ഉടമയായി തീരാൻ, അവസാനവും അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തുനിന്ന് വിട പറഞ്ഞ ആ രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. സഹാബത്ത് ഉദ്ധരിക്കുന്നു, സുബഹിയുടെ ആ സമയത്ത് റസൂലിന്റെ കൽപ്പന പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ ആ മസ്ജിദുൻ നബവിയിൽ ഇമാമത്തിന് വേണ്ടി നിൽക്കുകയാണ്. മിഹ്റാബിൽ നിൽക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ അണിയണിയായിക്കൊണ്ട് സഹാബത്ത് നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേദന അനുഭവിക്കുന്ന ഘട്ടം. ആ സമയത്തതാ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ മടിയിൽ നിന്ന് അല്പമൊന്ന് ഉയർന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ കിടക്കുന്ന റൂമിന്റെ വിരി നീക്കിയിട്ട് പള്ളിയിൽ സഫായി നമസ്കാരത്തിന്, സുബഹി നമസ്കാരത്തിന് നിൽക്കുന്ന ആ അനുയായി വൃന്ദത്തെ അവസാനത്തെ നോക്കുകയാണ്. സഹാബത്ത് ആ രംഗത്തെ കുറിച്ച് പറഞ്ഞത്, റസൂലുള്ളാഹി വിരി നീക്കിയിട്ട് ഞങ്ങളെ ഒന്ന് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു, ഞങ്ങൾ സ്വയം മറന്നുപോയ നിമിഷമായിരുന്നു അത് എന്നാണ്. അഥവാ 23 കൊല്ലം അവരുടെ ജീവിതത്തിന്റെ ഓരോ രംഗത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു പ്രഭാതത്തിൽ നഗരത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു ഉയർന്ന ശബ്ദം കേട്ടപ്പോ ഞെട്ടിത്തരിച്ച ആളുകൾ അങ്ങോട്ട് പുറപ്പെട്ട് എന്താണെന്ന് അന്വേഷിച്ചിറങ്ങിയ സമയത്താണ് എതിരെ ഒരു കുതിരപ്പുറത്ത് അള്ളാഹുവിന്റെ റസൂൽ കടന്നു വരുന്നത് കാണുന്നത്. ഒന്നും പേടിക്കാനില്ല, ഒന്നും ഭയപ്പെടാനില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, പ്രശ്നമുണ്ടായ സമയത്ത് എന്താണ് പ്രശ്നമെന്നറിയാൻ ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോഴേക്കും അവിടെ ചെന്ന് വിവരങ്ങൾ അറിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ട് ആളുകൾക്ക് ധൈര്യം നൽകിയ നേതാവായി അവരുടെ കൂടെ ജീവിച്ച, യുദ്ധഭൂമിയിൽ അനുയായികൾക്ക് നിർദ്ദേശം നൽകി കൊട്ടാര സദൃശമായ ഒരു ജീവിതം നയിക്കുന്നതിന് പകരം അവരുടെ കൂടെ നിന്ന് പട്ടിണിയുടെ പരിവട്ടത്തിന്റെ ആ സമയത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടുപോലും ആ പ്രതിസന്ധിയിൽ അവരുടെ കൂടെ നിന്നിരുന്ന ആ വ്യക്തിത്വം, ഉഹദിന്റെ യുദ്ധഭൂമിയിൽ മുൻപല്ല് നഷ്ടപ്പെടുകയും യുദ്ധത്തിൽ അണിയുന്ന കവചത്തിന്റെ കൊളുത്തേറ്റ് മുഖത്തുനിന്ന് രക്തം വാർന്നൊഴുകുകയും ചെയ്ത ആ സമയത്ത്, അപ്രതീക്ഷിതമായ ശത്രുക്കളുടെ കടന്നാക്രമണം വഴി മുസ്ലിം സൈന്യത്തിന് ഏറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന സമയത്ത് മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മുസ്ലിം സൈന്യത്തിന്റെ മനോവീര്യം കെടുത്താൻ ശത്രുക്കൾ ശ്രമിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഉഹദിലെ ഉയർന്ന ഒരു സ്ഥലത്ത് കയറി നിന്ന്, ഇല്ല, മുഹമ്മദ് കൊല്ലപ്പെട്ടിട്ടില്ല, അന മുഹമ്മദ് അനബിൻ അബ്ദുൽ മുത്തലിബ്, ഇതാ അബ്ദുൽ മുത്തലിബിന്റെ സന്തതി ഇതാ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് സധൈര്യം പ്രഖ്യാപിച്ച ആ ധീരനായ നേതാവ് അവസാനത്തെ നിമിഷവും വിട പറയുന്നത് എങ്ങനെയാ? 23 കൊല്ലം താൻ ആരുടെ കൂടെ ജീവിച്ചോ, തന്നെ ഏതൊരു സമൂഹം സ്നേഹിച്ചോ, ആ സഹാബത്ത് ഇതാ ഒരു നേതാവിന്റെ കീഴിൽ ആ പള്ളിയിൽ സുബഹിക്ക് വേണ്ടി അണിയണിയായി അച്ചടക്കത്തോടുകൂടി വിധേയത്വത്തോടുകൂടി നിൽക്കുന്ന രംഗം കൺകുളിർക്ക കണ്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. അതെ, അവസാന നിമിഷത്തിലും അത് ഉറപ്പുവരുത്തിക്കൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ലോകത്ത്
ലഘുലേഖകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, ചോദ്യപേപ്പറുകളിലൂടെ പോലും ഈ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. ഇതാ ലോകത്തിന്റെ മുമ്പിലുള്ള ആ മാതൃകയുടെ ജീവിതം ഞങ്ങൾ അനുധാവനം ചെയ്തിരിക്കുന്നു. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? ജീവിതത്തിൽ ഞങ്ങൾക്ക് വെളിച്ചം നൽകിയ വ്യക്തിത്വമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പിടിച്ചു നിന്ന് ഈ ഹിദായത്തിന്റെ സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ചു തരാൻ വേണ്ടി കഷ്ടപ്പാട് സഹിച്ച വ്യക്തിത്വമാണ്. അതുകൊണ്ട് കേവലമായ ഒരു വൈകാരികതയല്ല, അതിനപ്പുറത്ത് ഒരു ബാധ്യതയാകുന്നു ഞങ്ങൾ നിർവഹിക്കുന്നത്. ആ മഹാനായ റസൂലിനെ അപകീർത്തിപ്പെടുത്താൻ ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. ആ വ്യക്തിത്വത്തിന്റെ ജീവിതം, ആ വ്യക്തിത്വം സാമ്പത്തിക രംഗത്ത് കാണിച്ച കാഴ്ചപ്പാട്, ലൈംഗിക രംഗത്ത് കാണിച്ച കാഴ്ചപ്പാട്, പെരുമാറ്റ രീതികളിൽ കാണിച്ച കാഴ്ചപ്പാട്, ബന്ധങ്ങളിൽ, ബാധ്യത നിർവഹണങ്ങളിൽ കാണിച്ച മാതൃക ഇതാ ലോകത്തിന്റെ മുമ്പിൽ. വരൂ, ഈ വെളിച്ചത്തിലേക്ക് നിങ്ങൾ, ഈ സത്യസന്ദേശത്തിലേക്ക് നിങ്ങൾ വരൂ, തെറ്റിദ്ധാരണകൾ അകറ്റൂ, പഠിക്കാൻ തയ്യാറാകൂ എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ, ദഅവത്ത് നിർവഹിക്കാൻ അതിനുള്ള ബാധ്യതയാണ് എന്നിലും നിങ്ങളിലും അർപ്പിതമായിരിക്കുന്നത്. അതോടൊപ്പം ഓരോരോ നിമിഷത്തിലും ഏറ്റവും വലിയ ആ സൗഭാഗ്യം, തൊട്ടടുത്ത് നിൽക്കുന്ന ആ സ്വർഗം, അതിലേക്കെത്താൻ, തൊട്ടടുത്ത് നിൽക്കുന്ന ആ നരകത്തിന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാകിൻ അലിഹി വന്നാറു മിസ്ല ദാലിക്. സ്വർഗം ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് നിൽക്കുന്നതാണ്. ഏറ്റവും അടുത്തത് ഏതെന്ന് ചോദിച്ച ഒരു പക്ഷെ നമ്മൾ പറയും കാലിൽ അണിഞ്ഞ ചെരുപ്പാണ് അതിന്റെ വാറ് തൊട്ട് നിൽക്കുന്നതാണ്. അതിനേക്കാൾ അടുത്താണ് സ്വർഗം. അതുപോലെ തന്നെ നരകവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സ്വർഗത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഈ കൊഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും, ഘടികാരത്തിലെ സൂചി ക്ലോക്ക് വൈസായി മുന്നോട്ട് നീങ്ങുന്ന ഓരോ നിമിഷത്തിലും നഷ്ടപ്പെടുന്നത് എന്റെ ലോകത്തെ ഈ ജീവിതത്തിന്റെ ആയുസ്സാണെന്ന് തിരിച്ചറിഞ്ഞ് ഖുർആനിന്റെ കൽപ്പന, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാതി വൽ അർള്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ റോഡിന്റെ അപ്പുറത്ത് നിന്ന് ഇക്കരയ്ക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ച നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ടുണ്ട്. ട്രാഫിക് ശ്രദ്ധിച്ചു. ഒരു ഒഴിവ് കിട്ടിയപ്പോൾ ധൃതിയിൽ നമ്മൾ ഇക്കരെ കടന്നു. ജീവിതമാകുന്ന നാഷണൽ ഹൈവേയുടെ ഓരത്താണ് ഞാനും നിങ്ങളും ഉള്ളത്. തിരക്കുകളാകുന്ന വാഹനങ്ങളുടെ പ്രയാണങ്ങൾ, അതിനിടയിൽ കിട്ടുന്ന സന്ദർഭം ഉപയോഗപ്പെടുത്തി അക്കരെയുള്ള സ്വർഗത്തിലേക്ക് സാരിയൂ, ധൃതി കാണിക്കൂ എന്ന അല്ലാഹുവിന്റെ കൽപ്പന. അത് നമ്മൾ നെഞ്ചിലേറ്റുക. മാറ്റിവെക്കാനും നീട്ടിവെക്കാനും നമുക്ക് സമയമില്ല. അല്ലാഹു നൽകിയതാണ് നമ്മുടെ സമ്പത്ത്, അല്ലാഹു നൽകിയതാണ് നമ്മുടെ ആരോഗ്യം, അല്ലാഹു നൽകിയതാണ് നമ്മുടെ സമയം, അല്ലാഹു നൽകിയതാണ് നമ്മുടെ ജീവിത വിഭവങ്ങൾ. ആ വിലപിടിപ്പുള്ളതായി നമ്മൾ കണക്കാക്കുന്ന ഓരോന്നും ഏറ്റവും വിലപിടിപ്പുള്ള സ്വർഗത്തിന് വേണ്ടി നൽകാൻ നീക്കിവെക്കാൻ നമ്മൾ തയ്യാറാവുക. ആ മാർഗം നമുക്ക് എളുപ്പമാകുന്നത് നമുക്ക് പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ അനുധാവനം ചെയ്യുന്ന സന്ദർഭത്തിലാണ്. അതെ, തീർച്ചയായും ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പറയുക പ്രവാചകരെ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. നാളെ ഒരു രംഗം അല്ലാഹു ഖുർആനിലൂടെ ചിത്രീകരിക്കുന്നുണ്ട്. അത് മനുഷ്യൻ കൈകടിക്കുന്ന രംഗം. യൗമ യഗല്ലു ളാലിമു അലാ യദൈ, മനുഷ്യൻ, തന്റെ അക്രമിയായ മനുഷ്യൻ തന്റെ കൈ കടിക്കുന്ന ആ രംഗം. യഖൂൽ യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഇന്നാലിന്ന ആളെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള ഒരു മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് കൈകടിച്ചുകൊണ്ട് വിലപിക്കുന്ന രംഗം തൊട്ടടുത്ത് നിൽക്കുന്നു സഹോദരങ്ങളെ. ആ വിലാപം, ആ ദുഃഖം നമ്മെ ബാധിക്കാതിരിക്കാൻ അല്ലാഹു നൽകിയിരിക്കുന്ന ഈ ലോക ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ ഓരോന്നും ആ സ്വർഗത്തിനു വേണ്ടി നാം ഉപയോഗപ്പെടുത്തുക. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് ആ സുന്നത്ത് ജീവിതത്തിൽ പകർത്തി ആ പ്രവാചകരോടുള്ള സ്നേഹം ഏതേത് സന്ദർഭത്തിലും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് ആ ഉന്നതമായ സ്വർഗത്തിൽ ഫിർദൗസിൽ റസൂലിന്റെ കൂടെയുള്ള ഒരു ജീവിതം ആഗ്രഹിച്ച് അധ്വാനിക്കുക, നമ്മൾ പണിപ്പെടുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഫിർദൗസിൽ പ്രവേശനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരായ അവന്റെ അടിമകളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ജാമിഅ അൽ ഫുർഖാൻ നാദാപുരത്തിന്റെ പ്രിൻസിപ്പളായി ജോലി ചെയ്യുകയാണ് ഈ വിനീതനായുള്ളവൻ. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനം ദീനി പ്രബോധന രംഗത്ത് ഒരു മുതൽക്കൂട്ടായിക്കൊണ്ട് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ നിർവഹിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ സഹകരണങ്ങളിൽ ആ സ്ഥാപനം ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുകയാണ്. റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ നാഥൻ, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്ന വിജയികളായ ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും ഈമാനോടുകൂടി
കൂടി നേരിടാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നിന്റെ റസൂലിന്റെ കൂടെ, ഉന്നതരായ പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്ത് ഞങ്ങൾക്ക് നീ പ്രവേശനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആഖിറത്തിനേക്കാൾ ദുനിയാവിന് പ്രാമുഖ്യം നൽകിയ കാരണത്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തേക്കാൾ ഈ ലോകത്തുള്ള പലരോടുമുള്ള സ്നേഹം വലുതായി കണ്ട കാരണത്താൽ നാളെ പരലോകത്ത് നഷ്ടം ഭവിക്കുന്ന നഷ്ടക്കാരിൽ പെട്ടുപോകാതെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. صلى الله على النبي وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.